ഹായ് ഹലോ ഗൈസ് നമസ്കാരം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ജയ്സൽമേറിലാണ്. ഈ സ്ഥലം ജയ്സൽമേറിലെ വ്യാസ് ഛത്രി. വെൽക്കം ടു ജയ്സൽമേർ വ്ളോഗ് പാർട്ട് 2. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതാണ്. ഇത് ഞങ്ങൾ 2023 പോയൊരു ട്രിപ്പാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു എന്നും ഇത് എന്തുകൊണ്ട് വേർട്ടിക്കൽ ഫോമാറ്റിലാണെന്നും ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ജയ്സൽമേറിലെ ഞങ്ങളുടെ ഡേ 1 and 2 ഞങ്ങൾ പോയ സ്ഥലങ്ങളുമൊക്കെ അതിലാണുള്ളത്. അപ്പോൾ അത് കണ്ടൊരു ഫ്ലോയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഹായ്, അപ്പോൾ 2024 ഒരു കുട്ടി ഇൻട്രോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിഞ്ഞൂടെങ്കിൽ ഞാൻ മായി. ഈ വ്ളോഗിൽ കാണാൻ പോകുന്ന മറ്റാളുകൾ എൻ്റെ ഹസ്ബൻഡ് സുബിൻ, എൻ്റെ മോള് ജാനകി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. അപ്പോൾ ജോയിൻ ചെയ്യല്ലേ ഞങ്ങളുടെ കൂടെ ജയ്സൽമേർ ട്രിപ്പിൽ. വെൽക്കം ടു ഇനി അങ്ങോട്ടാ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി തന്നായിരുന്നു. അപ്പോൾ അത് സുബിൻ കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് വന്നു. എങ്കിലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒന്നുകൂടെ അതൊന്ന് കാണിക്കണമായിരുന്നു. അപ്പോൾ അതിന് സുബിൻ രാവിലെ പോയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ വ്യാസ് ഛത്രി എന്ന് പറയുന്ന ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ സുബിൻ ഇപ്പോൾ കൂടെ ഇല്ല. സുബിൻ വണ്ടി കൊണ്ട് നന്നാക്കാൻ പോയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. വരുമ്പോ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? കാറ്റേ എൻ വാസൽ വന്നാൽ പക്ഷെ ആക്ച്വലി ഇത് ആ സ്ഥലമല്ല. ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കുന്ന ജയ്സൽമേർ എന്നുള്ള ബഡാബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്രയൻ വാസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അതുപോലെ ഇരിക്കുമെങ്കിൽ അതല്ല. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ആർക്കിടെക്ചറുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ജയ്സൽമേർ മുഴുവൻ, ഇൻഫാക്റ്റ് രാജസ്ഥാൻ മുഴുവൻ. അപ്പോൾ നമ്മളവിടെ ചെന്നത് സൺറൈസൊക്കെ കഴിഞ്ഞ് വലിയ വെയിൽ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരുന്നു. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് പൊരി വെയിൽ പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്ത് ജാനുമയായിട്ടൊക്കെ കളിച്ച് പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ജാനുമി അവിടെ നിന്നൊരു കല്ലൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു മോണിമെൻറ്റിൽ നിന്ന് പറക്കിയ കല്ലെന്ന് പറഞ്ഞാൽ ഞാനതൊക്കെ എടുത്തു വെച്ചു. മോണിമെൻറ്റിൽ നിന്ന് പറക്കിയെന്ന് പറഞ്ഞാൽ മോണിമെൻറ്റിൻ്റെ അടിത്തറ ഇളക്കിയതല്ല കേട്ടോ. അപ്പോൾ ഇതാണ് സലീം സിംഗ് കി ഹവേലി. ഇന്നലെ നമ്മൾ നത്മൽ കി ഹവേലി കണ്ടില്ലേ, അതുപോലെ ജയ്സൽമേറുള്ളൊരു ഹവേലിയാണ്. ജയ്സൽമേർ ഫോർട്ട് പോകുന്ന ആ റൂട്ടിൽ തന്നെയാണ്. ഇത് കാണാൻ പറ്റും. അകത്ത് വേണമെങ്കിലും കയറി കാണാം. ഞങ്ങൾ പക്ഷേ ടൈം കുറവായതുകൊണ്ട് പുറത്തുനിന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അമ്മ ജയ്സൽമേർ പടി കയറി മടുത്തു കേട്ടോ. അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു സെപ്പറേറ്റ് റീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു ഓൾഡ് സിറ്റി അല്ലേ, അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പഴയ ബിൽഡിങ്സാണ്, ഭയങ്കര ഭംഗിയുള്ള ബിൽഡിങ്സാണ്, എല്ലാം നല്ല ഹൈറ്റുള്ള പടികളാണ്. അപ്പോൾ എന്തായാലും ഇത് ജയ്സൽ ഇറ്റലി എന്ന് പറഞ്ഞൊരു കഫേയാണ് കേട്ടോ. ജയ്സൽമേർ ഫോർട്ടിൻ്റെ തൊട്ട്, അതായത് ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ജയ്സൽമേർ ഫോർട്ടിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പിzzയും പാസ്തയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ സുബിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ കണ്ടോ, നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ പ്രാവുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോർട്ടിന് ചുറ്റും പറക്കും. അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ജാനുമി ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ, നല്ല ഉറങ്ങിപ്പോയി. എന്തായാലും ഒരു കണക്കിന് നന്നായി. ഫുഡൊന്നും കഴിച്ചില്ല, പക്ഷേ അവളെന്തൊക്കെയോ ഇടയ്ക്ക് വാരി വലിച്ച് തിന്നുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതാ സുബിൻ എത്തി, സുബിനും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ജയ്സൽമേർ പ്രോപ്പർ ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോവാണ്. സം ഡ്യൂൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിനി പോകുന്നത്. കുൽധാര അബാൻഡൻഡ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ ജയ്സൽമേർ ഒരു പഴയ ഒരു വില്ലേജ് ആയിരുന്നു. അതിൻ്റെ കഥകൾ ഭയങ്കര രസമാണ്, ഞാൻ പറയാം. എന്തായാലും അത് ഈ സം സാൻഡ്യൂൺസിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ്, സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് അവിടെയും കൂടെ കയറിയിട്ടാണ് നമ്മൾ സാൻഡ്യൂൺസിലേക്ക് പോയത്.
ഈ കുൽധാര അബാൻഡൻഡ് വില്ലേജ് ഈ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പണ്ടെപ്പോഴോ ഉപേക്ഷിച്ച് പോയൊരു സ്ഥലമാണ്. ഒരു ടൗൺഷിപ്പ് പോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പഴയ വീടുകളുടെയൊക്കെ റൂയിൻസ് ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇതൊരു വെറും ഒരു ഉപേക്ഷിച്ച് പോയ വില്ലേജ് മാത്രമല്ല, ഇതൊരു ഹോണ്ടഡ് സ്ഥലമായിട്ടും കൂടെ കണക്കാക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഒരു ഫേമസ് ആയ സ്ഥലമാണ് കുൽധാര. അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ കണ്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരും ഇവിടുത്തെ വിസിറ്റേഴ്സും ഒക്കെ പറയുന്നതും. പാരാനോർമൽ ആക്ടിവിറ്റിയിൽ ഇഷ്ടമുള്ള ഒരുപാട് പേര് അവിടെ പോയി അത് നോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് വായിക്കാനും അറിയാനും ഒക്കെ സാധിച്ചത്. എന്തുകൊണ്ട് ഈ നാട്ടുകാർ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോയി എന്നുള്ളതിനെക്കുറിച്ച് പല കഥകളും ഉണ്ട്. സലീം സിംഗ് എന്ന് പറഞ്ഞ ജയ്സൽമേറിലെ ഒരു മന്ത്രിയെ ചുറ്റിപ്പറ്റിയാണ് മിക്ക കഥകളും. പുള്ളി ടാക്സ് കൂട്ടിയത് കൊണ്ട് അവിടുന്ന് പോയെന്നും, അതേസമയം പുള്ളിക്ക് അവിടെ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി ആ കുട്ടിയെ ഫോഴ്സ്ഫുള്ളി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ രാത്രിക്ക് രാത്രി ആ വില്ലേജെ അബാൻഡൻ ചെയ്തു പോയി എന്നൊരു കഥയുണ്ട്. അത് സത്യമാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണല്ലേ. ആ നാട്ടിൽ ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു നാട്ടുകാർ മൊത്തം നിന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ അത് ശരിയാണോ നമുക്കറിയില്ല. എർത്ത് കാരണവും വാട്ടർ സപ്ലൈയുടെ കുറവ് കാരണവും ഒക്കെ നാട്ടുകാരിട്ടിട്ട് പോയതാണെന്നും കഥകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഗവൺമെൻറ് ഇത് ടേക്കപ്പ് ചെയ്ത് ഒരു ടൂറിസം പ്രോജക്റ്റായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഒരു കഫേ ഒക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അതൊക്കെ മിക്കവാറും സെറ്റപ്പ് ആയിട്ടുണ്ടാവും. ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ നടക്കുമായിരുന്നു. അങ്ങനെ കഫേ തുടങ്ങാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ് അമ്മ. അപ്പോൾ എനിവേസ് നിങ്ങൾ സം ഡ്യൂൺസിൽ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്ഥലവും കൂടെ ഓൺ ദ വേ ചെക്കൗട്ട് ചെയ്യണം. ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ ഒരു ഹോണ്ടഡ് വില്ലേജിലോ അബാൻഡൻ വില്ലേജിലോ ഒന്നും പോയിട്ടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളും ഹിസ്റ്ററിയിലും കൾച്ചറിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഒരു 1-1.5 മണിക്കൂർ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ഗവൺമെൻറ് റിനോവേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അതും അതല്ലാതെ കംപ്ലീറ്റ് റൂയിൻസും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വരുക കഫറ്റേരിയ ഇല്ലാത്ത വിഷമം തീർക്കാൻ അമ്മ ഫോട്ടോ എടുക്കാൻ ഉള്ള പദ്ധതിയിലാണ്. അതിനുവേണ്ടി പോസ് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. ഞാൻ താഴെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി. ഞാനതൊന്നും അറിയുന്നില്ല. ഞാൻ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുക അമ്മ. എവിടെയോ എന്തോ എവിടെ ജാനിമ ഞാനപ്പോൾ അമ്മയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. നിങ്ങൾ ആ സമയം കൊണ്ട് കുൽധാരയുടെ ഒരു സ്നീക്ക് പീക്ക് കണ്ടിട്ട് വരും. ഉണ്ണിമ ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, അപ്പം തന്നെ ഇറങ്ങി. ആക്ച്വലി നമുക്ക് സം സാൻഡ് ഡ്യൂൺസിൽ നിങ്ങളൊരു സൺസെറ്റ് ടൈമിലൊക്കെ എത്തുന്നതായിരിക്കും നല്ലത് കേട്ടോ. അവിടെ സൺസെറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കുറേ ഉണ്ട്. ക്യാമൽ സഫാരി, ജീപ്പ് സഫാരി ഒക്കെ. അപ്പോൾ അതിന് മുമ്പ് എത്താനായിട്ട് ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ട്. ഈ ഡെസേർട്ട് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ സമ്മിലുള്ളതെല്ലാം ഇങ്ങനെ ടെൻറ്റ്സ് ആണ്, ടെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ഇത്തവണ സെലക്ട് ചെയ്ത സ്ഥലം പാളിപ്പോയി, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ സ്റ്റേ. വാ ഓടി വാ. അപ്പോൾ സൺസെറ്റ് ടൈം ആക്ടിവിറ്റീസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജീപ്പ് സഫാരിയാണ് കേട്ടോ. ക്യാമൽ സഫാരി അവിടെ അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ ജീപ്പ് സഫാരിയാണ് എടുത്തത്. ഈ ബാഗ് ഈ ഫോണിന്റെ പിടിച്ച ഇയാളെ നിർത്താൻ പറയാൻ പറ്റുമോ?
റോഡ് കൂടെ പോവാണ്. Jamie, how's it? How's it? How's it? അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിയൊക്കെ ചെയ്ത് സൺസെറ്റ് പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ഇനി പാരാഗ്ലൈഡിങ് ചെയ്തില്ലെന്ന് വേണ്ട, അതുകൂടെ അങ്ങോട്ട് ചെയ്തേക്കാം. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേടിയാണോയെന്ന് ചോദിച്ചാൽ പേടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ലൈഫിൽ വല്ലപ്പോഴും അല്ലേ ചെയ്യാൻ അവസരം കിട്ടും. അപ്പോൾ ഞാൻ പറ്റുന്നതൊക്കെ പേടിയൊക്കെ മാറ്റി വെച്ച് ചാടി പിടിക്കാറുണ്ട്. അങ്ങനെ ദേ ഞാൻ ആകാശത്തൂടെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്തത് ഒരു ATV റൈഡിനാണ് പോയത്. പക്ഷേ ജയ്സൽമേറിൽ ATV റൈഡ് കുറച്ച് ശോകമാണ് ഗൈസ്. നമ്മളെ ബാക്കി ഇരുത്തിക്കൊണ്ട് ഒരു ചേട്ടൻ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഓട്ടിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും, അല്ലാതെ നമ്മളെ ഓട്ടിക്കാൻ സമ്മതിക്കത്തില്ല. ആ ചേട്ടൻ്റെ കാല് പിടിച്ച് സുബിൻ 1-2 തവണ ചോദിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ദൂരം ഓട്ടിക്കാൻ തരുമെന്ന്. പക്ഷേ ചേട്ടൻ കൊടുത്തില്ല ഗൈസ്. പിന്നെ പേരിന് ഇനി ATVയിൽ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കയറിയിട്ടുണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ ATV റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കേട്ടോ. ഈ ഡെസേർട്ടിൽ സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആക്ച്വലി ഈ വീഡിയോയിൽ അതത്ര ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾ രാജസ്ഥാനിലുണ്ടായിരുന്ന മുഴുവൻ സമയവും ഈ സൺസെറ്റ് ടൈം, അതിപ്പോൾ ഏത് പാട്ടാണെങ്കിലും ജോധ്പൂർ, ജയ്സൽമേർ, എവിടെ നിന്നാണെങ്കിലും കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു അവിടുത്തെ സൺസെറ്റ്സ്. ക്യാമല ഉണ്ടോ ജാനുവി? ക്യാമല ഉണ്ടോ? ഈ കുട്ടി ചായക്കടയിൽ നിന്ന് കുറേ മസാല ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. എല്ലാരും നോക്കിക്കോളൂ. ജാനുവി ഇങ്ങോട്ടേക്കടാ, ജാനുവി ഇങ്ങോട്ടേക്കടാ. ജാമോ സൺസെറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലെത്തിയ ഞങ്ങൾക്ക് വമ്പിച്ച സ്വീകരണമായിരുന്നു ഗൈസ്. പൊട്ടൊക്കെ തൊട്ട് അകത്ത് കയറ്റിയതാ. ഇനി നൈറ്റ് പെർഫോമൻസസ് തുടങ്ങാൻ പോവാണ്. പാട്ടും ഡാൻസും തീ തുപ്പലും എന്ന് വേണ്ട, നിങ്ങൾ ഇത് കണ്ടോളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ, ഒരു എക്സ്ട്രാ വെഗാൻസ. ജാനുമിക്ക് ഏതായാലും സംഭവം അങ്ങ് ബോധിച്ചു കേട്ടോ. പുള്ളിക്കാരി മതി മറന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു. लुटी रोई सारी रात
അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓഡിയൻസും എല്ലാവരും കയറി ക്യാമ്പ് ഫയറിന് ചുറ്റും ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ബുഫേ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. നല്ല രസമായിരുന്നു. പക്ഷെ അതൊക്കെ എന്ത് രസം! ഈ മോർണിംഗ് വ്യൂ ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ. എനിക്കിതൊക്കെയാണ് കേട്ടോ കൂടുതൽ സന്തോഷം തരുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു അവിടുത്തെ. സൺസെറ്റ് മാത്രമല്ല, സൺറൈസും ഡെസേർട്ടിൽ അതിമനോഹരമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇന്ന് നമ്മൾ തിരിച്ച് ജോധ്പൂരോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഖാബ ഫോർട്ട് എന്ന് പറയുന്നൊരു ഫോർട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, കുൽധാര അബാൻഡൻ വില്ലേജിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പള്ളിവാൾ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ വെൽത്ത് കാണിക്കുന്ന ഒരു ഫോർട്ടാണിത്. ഇത്രത്തോളം വെൽത്തി ആയിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവരാണ് രാത്രിക്ക് രാത്രി ഇതെല്ലാം വിട്ടിട്ട് പോയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെയും തിരിച്ചു. ജയ്സൽമേർ സിറ്റിക്കകത്ത് കയറിയപ്പോൾ ഇങ്ങനൊരു ടെറാക്കോട്ടയുടെ കുറേ സംഭവങ്ങൾ കിട്ടുന്ന ഒരു റോഡ് സൈഡ് ഷോപ്പ് എന്നൊക്കെ പറയാം കണ്ടു. അവർക്ക് തന്നെ അകത്ത് ഇങ്ങനെ ഒരു ഗോഡൗൺ പോലെ ഉണ്ട്. ഒത്തിരി ഭയങ്കര ബ്യൂട്ടിഫുൾ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വീട്ടിലത്തേക്ക്. ഇത് കണ്ടു, പല ഷേപ്സിൽ, ജിറാഫിൻ്റെ ഷേപ്പിൽ, കോഴിയുടെ ഷേപ്പിൽ, അങ്ങനെയൊക്കെ ഉള്ള പോട്ട്സും ഹാങ്ങിങ് പ്ലാന്റേഴ്സും വിൻഡ് ചൈംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ലാൻറ്റേൺസ്, അപ്പോൾ ലാൻറ്റേൺസ് ഇപ്പോൾ ടെറാക്കോട്ടയുടെ 2 ലാൻറ്റേൺസും ഒരു വിൻഡ് ചൈമും ഒക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കട മൊത്തത്തോടെ വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് 1-2 സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഈ വിൻഡ് ചൈം, ഈ ഒരു സെറാമിക് ഗ്ലേസിംഗ് ഉള്ള ബ്ലൂ വിൻഡ് ചൈമാണ് കേട്ടോ നമ്മൾ വീട്ടിലത്തേക്ക് വാങ്ങിച്ചത്. എൻ്റെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കണ്ടൊരു കാഴ്ചയാണിത്. ഫുൾ കടുക് പാടങ്ങളൊക്കെ പൂത്ത് കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. ബോർഡർ സിനിമയിൽ അക്ഷയ് ഖന്ന നാട്ടി വന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഷോട്ട് പോലൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ വഴിയിൽ ഞങ്ങൾ പറ്റുന്നതൊക്കെ കണ്ട് പോകാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഡേറ്റ് പാം സഫാരിയുള്ള ഒരു ഡേറ്റ് ഫാം ആണ്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പം മാരിയറ്റ് റൺ ചെയ്യുകയാണ്. അവിടെ ഒരുപാട് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഡേറ്റ് സഫാരി ഉണ്ട്. ഡേറ്റ്സ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ പറ്റും. ആ ഫാമിൽ തന്നെ ഉണ്ടാക്കിയ പല വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും വീട്ടിലേക്കും ഒക്കെ വാങ്ങിക്കാം. പിന്നെ അതേ ഒരു കഫേ ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ഗീസും ഡക്സും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാനുമിക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു അവിടെ. അത് മറ്റേ ഇതാണല്ലേ, ഇത് ജ്യൂസ്. അത് കറുത്തത് ഫെസന്റ് ആണോ? അത് പീഹന്നോ? അടുത്ത ഷോട്ടിൽ സുബിൻ ഒരു റീൽ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സ്വന്തമായിട്ടിട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. This is not Dubai. Abu Dhabi, Bahrain, Qatar. Tamam. 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 This is Jaisalmer. Gundabinu. Kandangir colony. ആ കഫേ അന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് അറിയില്ല. അവിടുത്തെ ഒരു ടേസ്റ്റിന്റെ സ്നീക്ക് പീക്ക് ഞാൻ തരാം. പോകുന്ന വഴിക്ക് കേറു എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് ഞങ്ങൾക്കൊരു റീൽ ഐഡിയയും കൂടെ തോന്നി. അവിടെ നിന്ന് കുറേ റീൽസും എടുത്തിട്ടാണ് പോയത്. തിരിക്കാൻ പറ്റൂല. റോളിംഗ്. അങ്ങനെ
റീൽ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ജോധ്പൂരോട്ട് പോവാണ്. നാളെ സുബിൻ ഓഫീസിൽ പോകണം, അതുകൊണ്ട് വെച്ച് പിടിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ ഈ കിളികൾ ഇങ്ങനെ കൂട്ടത്തോടെ നല്ലൊരു ഫോർമേഷനിൽ പറക്കുന്ന കണ്ട് ഞങ്ങൾ കാറൊക്കെ നിർത്തി കുറച്ച് നേരം അത് നോക്കി നിന്നു. ഈ കിളികളെപ്പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞ ലോകത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് പറ്റട്ടെ അല്ലേ. എനിവേസ് ഹോപ്പ് യു ലൈക്ക് ദ വ്ളോഗ്. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും കീപ് ആസ്കിങ് അസ് ഇനി എങ്ങോട്ടാണ്. ബൈ.